തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പിറന്നാൾ പാർട്ടിക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് കുത്തേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ടെക്നോ പാർക്കിന് എതിർവശത്തുള്ള B6 ബാറിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ശ്രീകാര്യം സ്വദേശികളായ ഷാലു, സൂരജ്, വിശാഖ്, സ്വരൂപ്, അതുൽ എന്നിവർക്കാണ് കുത്തേറ്റത്. വിശദാംശങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് SKN. വളരെ ദാരുണമായൊരു സംഭവമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രി നടന്നത്. സുഹൃത്തുക്കൾ ചേർന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ബാറിലേക്ക് എത്തുന്നു. ഈ ബർത്ത്ഡേ പാർട്ടിക്കിടെ മറ്റൊരു ഗ്രൂപ്പുമായി സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷം കത്തിക്കുത്തിലേക്ക് കലാശിക്കുന്നു. ഈ കത്തിക്കുത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി നിലവിൽ തുടരുകയാണ്. ഈ പരിക്കേറ്റവരിൽ 2 പേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും 2 പേരെ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. ശ്രീകാര്യം സ്വദേശികളായ ഷാലു, സൂരജ്, വിശാഖ, അതുൽ എന്നിവർക്കാണ് ഇന്നലെ ഈ സംഘർഷത്തിൽ പരിക്കേറ്റത്, കുത്തേറ്റത്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു 7 അംഗ സംഘമെന്നാണ് കഴക്കൂട്ടം പോലീസിൻ്റെ നിലവിലെ നിഗമനം. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. പോലീസിന് ഇതിനെ സംബന്ധിച്ച വിവരങ്ങളും മറ്റും ശേഖരിക്കേണ്ടതുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിലാണ്. ഈ കുത്തേറ്റവരുടെയും ഒപ്പം ഈ കുത്തിയവരുടെയും ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴക്കൂട്ടം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. വലിയൊരു സംഘർഷമാണ് ഇന്നലെ രാത്രി നടന്നത്. സ്വാഭാവികമായും ജന്മദിനം ആഘോഷിക്കാൻ എത്തിയ കുറച്ച് സുഹൃത്തുക്കൾ അവർ മറ്റൊരു സംഘവുമായി മദ്യപിച്ചതിന് ശേഷം ചെറിയ സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷം പൊടുന്നനെ കത്തിക്കുത്തിലേക്ക് കലാശിക്കുന്നു. ഈ കത്തിക്കുത്തിൽ 5 പേർക്ക് കുത്തേൽക്കുന്നു. ഇതിൽ 2 പേർ ഗുരുതരമായി നിൽക്കുന്നു. ജീവനോട് മല്ലിടുന്നൊരു സാഹചര്യമാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന എനിക്ക് പിന്നിലുള്ള ഈ B6 ബാറിൽ വെച്ചാണ്, കഴക്കൂട്ടത്തെ B6 ബാറിലാണ് ഇന്നലെ രാത്രി സംഘർഷം ഉണ്ടാകുന്നത്. രാത്രി ആയതിനാൽ തന്നെ പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ ഓടിമറഞ്ഞു. പോലീസ് പിന്നാലെ പോയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല. 7 അംഗ സംഘമാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നാണ് നിലവിൽ കഴക്കൂട്ടം പോലീസിന്റെ നിഗമനം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വരും മണിക്കൂറുകളിൽ ശേഖരിക്കും. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം വിവരങ്ങളിലേക്കെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഈ ഞായറാഴ്ച നടന്നിരിക്കുന്നത്. ജന്മദിനം ആഘോഷിക്കാനെത്തിയ സുഹൃത്തുക്കൾ പരിക്ക് പറ്റി കത്തിക്കുത്തേറ്റ് ആശുപത്രിയിൽ ജീവനോട് മല്ലിടുന്ന ഒരു സാഹചര്യമാണ് SKN ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. താങ്ക് യു AV ജയശങ്കർ. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ആരാണ് അപരാധി എന്ന് പോലീസ് കണ്ടെത്തട്ടെ. അപ്പം വിനോദ് മുട്ടം പറഞ്ഞു. SKN ഗുഡ് മോർണിംഗ്. SKN, പോലീസ് എന്തെങ്കിലും നടപടിയെത്താൻ നിങ്ങളെപ്പോലുള്ള ചാനലുകാർ ഉടനെ പോലീസിനെതിരെ വരും, അതല്ലേ ഇവിടെ നടക്കുന്നത്? വിനോദ് മുട്ടം, നമ്മൾ പോലീസ് ന്യായമായ കാര്യങ്ങൾ ചെയ്താൽ 24 ഒരിക്കലും പോലീസിനെ തള്ളി പറയാറില്ല. എന്നാൽ പോലീസ് അതിക്രമം ഉണ്ടായാൽ നമ്മളത് പറയുക തന്നെ വേണം. കാര്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമ്പോൾ അത് ഒരു ന്യായത്തിൻ്റെ നിലപാട് സ്വീകരിച്ച് വേണമേ പോലീസ് ഒരു ഏജൻസി എന്ന നിലയിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ല നമുക്ക് LDF പോലീസ്, UDF പോലീസ് എന്ന രീതിയിൽ പോലീസിനെ തരംതിരിക്കാൻ പാടില്ല. പോലീസ് സേന ജനങ്ങളുടെ സേനയാണ്. അത് ന്യായത്തിൻ്റെ വഴിയിലേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അതാണ് എൻ്റെ വിശ്വാസം.